കാണാൻ പോകുന്നത് ഒരു ലോക സുന്ദരീനെയാണ്. മിസ് വേൾഡ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. എങ്ങനെയുണ്ട് ഇതിന്റെ ഷെയ്ഡൊക്കെ ഉണ്ടല്ലേ, ആ ഒരു പിങ്ക് ഷെയ്ഡ് ജസ്റ്റ് കയറി വരും. ഈ കാണാണ് ഫ്ലെയിം റെഡ്. അടിപൊളിയല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ചിത്രശലഭത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ചിറക് പോലത്തെ ഉണ്ട്. അന്നേരമാണ് നമ്മൾ മൂൺ ലൈറ്റിനെ കാണാൻ പോകുന്നത്. ഈ കാണാണ് മൂൺ ലൈറ്റ്. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരുപാട് സുന്ദരിമാരുടെ അടുത്ത. ലോകസുന്ദരി ഉണ്ട്, അല്ലാത്ത മറ്റ് സുന്ദരിമാരുണ്ട്. അങ്ങനത്തെ 200-ലധികം സുന്ദരികളുള്ള ഒരു ബൊഗേൻ വില്ല നഴ്സറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിലാണ്. ഇവിടുത്തെ ഒരു ബൊഗേൻ വില്ല നഴ്സറിയിലിപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റീസിൻ്റെ എല്ലാത്തിനും പേരെനിക്കറിയില്ല, എന്നാൽ ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ ചുരുക്കം വെറൈറ്റീസ് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ ബൊഗേൻ വില്ല ഫാൻസിന് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ നഴ്സറിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേര് റോമ വേരിക്കേറ്റഡ് എന്നാട്ടാ. അടിപൊളിയായിരുന്നേക്ക് നല്ല സുന്ദരിയായ പൂവ് കേട്ടോ. എന്തായാലും ഞാൻ തൊടുന്നില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബട്ടർ കപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? ബട്ടർ കപ്പ് അടിപൊളി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സക്കുറ എന്നൊരു വെറൈറ്റിയാണ്. അടിപൊളിയാണ്. ഇത് ഇവിടെ ഉള്ളതിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള, ഇത് ചെറിയ ലീഫ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത്. അല്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കാണാൻ പോകുന്നത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വെറൈറ്റി ആട്ടോ. അത് ഈ കാണുന്നതാണ്. അതിൻ്റെ പേര് മാജിക് ഐസ്ക്രീം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഒരു ന്യൂ വെറൈറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേര് മഹാറാണി എന്നാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാവ്, കൊള്ളാം അല്ലേ? ഇപ്പം ആണെങ്കിൽ സൂര്യൻ ഉദിച്ച് നല്ല വെട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരമാണ് നമ്മൾ മൂൺ ലൈറ്റിനെ കാണാൻ പോകുന്നത്. ഈ കാണണം മൂൺ ലൈറ്റ്. എങ്ങനെയുണ്ട്? വാവ്, ഇതിൻ്റെ പേര് മൂൺ ലൈറ്റ് എന്നാ കേട്ടോ. വെറൈറ്റി അല്ലേ? അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് അഡർണ എന്നൊരു വെറൈറ്റിയാണ്. ഇതാണ് കേട്ടോ, അഡർണ. അടിപൊളിയല്ലേ? പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബ്രിസാർ റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ബ്രിസാർ പിച്ച് എന്ന് പറയും. അതിൻ്റെ ഒരു കാർഡ് തന്നെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കി, അതായത് അവിടെ അത്യാവശ്യം ഇങ്ങനെ വളർന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ വന്നിട്ട് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈനെ കാണാതെ പോയാൽ എങ്ങനെയാ? ഈ കാണാണ് യെല്ലോ ബട്ടർഫ്ലൈ. ഓക്കെ, എങ്ങനെയുണ്ട്? ഒരു ചിത്രശലഭത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ചിറക് പോലത്തെ നല്ല ലീഫായിട്ടുള്ള അടിപൊളി ഒരു ഫ്ലവർ അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പൂന്തോട്ടത്തിലെ നല്ല തീ തന്നെ കേട്ടോ. ഈ കാണാണ് ഫ്ലെയിം റെഡ്. അടിപൊളിയല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. വാവ്. അതും പ്രത്യേകിച്ച് ലീഫൊന്നും കാണാനില്ല, ഉണ്ട്, പക്ഷേ എന്നാലും ഈ ഒരു കളർ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് ലീഫ് അങ്ങനെ പെട്ടെന്ന് എടുത്ത് നിൽക്കില്ല. വാവ്, സൂപ്പർ. അപ്പം ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇച്ചിരി വാടിയ പോലെ ലുക്കുള്ള ഒരു യെല്ലോ ആണ്. ഇതിൻ്റെ പേര് ടെഗ്ലോൺ യെല്ലോ. ഓക്കെ, ഇത് ഇങ്ങനെയാണ് കേട്ടോ, അല്ലാതെ ഇത് വാടി നിൽക്കുന്നതല്ല. ഇതിൻ്റെ വെറൈറ്റിയാണ്. വാവ്, അടിപൊളിയല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക എന്താ പറയുക, അടിപൊളി ലുക്കാണ് മൊത്തത്തിൽ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിനിമാ നടിയുടെ പേരാട്ടോ, സുവർണ. ഇതാണ് സിനിമാ നടിയുടെ പേരാണ്. ആളുടെ പേര് സുവർണ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാവ്, അതിൻ്റെ ആ ഷെയ്ഡ് വന്നേക്കുന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അല്ലേ, ആ ഒരു യെല്ലോ ഷെയ്ഡ് എന്ന വൈറ്റാണ്. സൂപ്പർ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലോക സുന്ദരീനെയാണ്. മിസ് വേൾഡ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഉണ്ടല്ലേ, ആ ഒരു പിങ്ക് ഷെയ്ഡ് ജസ്റ്റ് കയറി വരും. അങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റി കേട്ടോ. വൈറ്റ് മാത്രമല്ല. വാവ്, ലോകസുന്ദരി എന്ന് വെറുതെ അല്ല വിളിക്കാൻ കാരണം. അടിപൊളി, സൂപ്പർ. ഈ കാണുന്ന പിങ്ക് എന്നാൽ ഇവിടെ വരുമ്പോൾ ചെറിയ വൈറ്റ്, പിന്നെ ഇവിടെ വരുമ്പോൾ വൈറ്റ് ആൻഡ് പിങ്ക്. അങ്ങനെ അതിൻ്റെ ഒരു കാർഡ് തന്നെ കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ അടിപൊളിയായിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഫെബ്രുവരിയിലാണ്, എന്നാൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സെപ്റ്റംബറിനെയാണ്. ഇതിൻ്റെ പേര് റെഡ് സെപ്റ്റംബർ എന്നാണ് കേട്ടോ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഒരു മാസത്തിൻ്റെ തന്നെ പേര് റെഡ് സെപ്റ്റംബർ. അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി മുമ്പ് നമ്മൾ കണ്ട ആ ഒരു ബട്ടർ കപ്പിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇച്ചിരി നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട്. കണ്ടത് ഒരു കപ്പ് പോലെ തന്നെ, വെറുതെ ഒരു കപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കപ്പിൻ്റെ ഒരു ഷേപ്പാണ്.
വാവ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നല്ല ചുവന്ന കടലാസ് പൂവാണ്. ഇതിന്റെ പേര് ബ്രിസ റെഡ് എന്നാട്ടോ. എങ്ങനെയുണ്ട്? റെഡിന്റെ നല്ലൊരു വെറൈറ്റി അല്ലേ? അടിപൊളി അല്ലേ? എല്ലാത്തിനും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ കാണാനാട്ടോ. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. അതായത് കടലാസ് പൂവിന് ഇത്രത്തോളം ഭംഗിയുണ്ട് എന്ന് നമ്മൾ ഇവിടെ വന്നതിന് മനസ്സിലാവും. കാരണം ഇത്രയ്ക്ക് ഭംഗിയുള്ള മറ്റൊരു പൂവുണ്ടാവില്ല. വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, കൂടുതൽ വേനലായി കഴിയുമ്പോൾ ഈ കാണുന്ന ലീഫ് ഉണ്ടാവില്ല. പകരമായിട്ട് ഈ കാണുന്ന ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം ഇതിലും ഭംഗിയായിരിക്കും. പിന്നെ കേരളത്തിൽ പ്ലാന്റുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാണുന്ന പ്ലാന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് അധ്വാനം ഈ കാണുന്നതിൻ്റെ പിറകിലായിട്ടുണ്ട് കേട്ടോ. ഇത് 200-ലധികം വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതും ഇന്നും അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അതായത് 42 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നഴ്സറിയാണത്. ഈ നഴ്സറിയിൽ 200-ലധികം വെറൈറ്റി ഈ ബൊഗൈൻവില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. ഈ കാണുന്ന നോക്കി, ഇത് ഫ്ലയർ റെഡ് ആണ്. എങ്ങനെയുണ്ട്? വാവ്, ലുക്കല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഈ ഒരു ഫ്ലയർ റെഡും പിന്നെ അവിടെ ഒരു വൈറ്റ് നിൽപ്പുണ്ട്. ആളുടെ പേര് മിസ് വേൾഡ് എന്നാണ്. ആളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. പണ്ട് എൻ്റെ വീടിൻ്റെ വേലിക്ക് നിന്നിരുന്ന ആ ഒരു കടലാസ് പൂവിന് ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ. എന്ത് ഭംഗി കാണാമെന്നൊക്കെ, അതായത് കണ്ണെടുക്കാൻ തോന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു വന്നുണ്ട്. ആ ഒരു സൂര്യൻ്റെ വെട്ടമൊക്കെ നമ്മുടെ ഈ പൂക്കളിൽ അടിച്ചിട്ട് എന്ത് ഭംഗി, എടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു കളറൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ട് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. വെറുതെ അല്ല, ഈ പ്ലാന്റുകൾക്ക് ഇത്രത്തോളം ഫാൻ ബേസ് ഉള്ള കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു നഴ്സറി പ്ലാന്റ് ബിസിനസ്, പ്രത്യേകിച്ച് ഈ ബൊഗൈൻവില്ലയുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് അത്യാവശ്യം വരുമാനം കണ്ടെത്താൻ പറ്റിയ ഒരു മേഖല തന്നെയാട്ടോ. അപ്പോൾ എന്നാലും ഇപ്പോൾ കാലത്ത് 8:15 ആയിട്ടുണ്ട്. സൂര്യൻ്റെ വെട്ടത്തിന് ഇച്ചിരി ചൂടൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഗാർഡനിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ, അത് സൂര്യൻ്റെ വെട്ടത്തിൻ്റെ ചൂടിനെ ഇല്ലാതാക്കൂട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു ഗാർഡനിൽ നിൽക്കുമ്പോൾ. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു ഗാർഡൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബൊഗൈൻവില്ലയുടെ ഈ ഒരു നഴ്സറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് കോൺടാക്ട് നമ്പർ, പിന്നെ മറ്റേ ലൊക്കേഷൻ, ഇതെല്ലാം ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതൊരു ബൈ.